ആലത്തൂർ എസ്.എൻ. കോളേജിൽ എസ്.എഫ്.ഐ നേതാവിന്റെ ഭീഷണി. കെ.എസ്.യു പ്രവർത്തകൻ അഫ്സലിനെയാണ് എസ്.എഫ്.ഐ നേതാവ് ഭീഷണിപ്പെടുത്തിയത്. കോളേജിലെത്തിയാൽ എസ്.എഫ്.ഐ നേതാക്കളുടെ ഫോട്ടോ എടുത്തതിന് മുട്ടുകാല് തല്ലിയൊടിക്കുമെന്നാണ് ആലത്തൂർ ഏരിയ കമ്മിറ്റി അംഗം തേജസിന്റെ ഭീഷണി. കാണിച്ചതിന്റെ വീഡിയോ അത് കണ്ടില്ല നീ? അതിന്റെ വേറൊരു വശം ഉണ്ടല്ലോ. ശരി ഉണ്ണി, ഒരു കാര്യം ചെയ്യ്. നീ എന്തായാലും ഈ 10-ാം തീയതി കഴിഞ്ഞ ഇലക്ഷൻ കഴിയില്ലേ? നീ ഇനി ആലത്തൂർ കൂടെ തന്നെ നീ എസ്.എൻ. കോളേജ് വരണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും, ഉറപ്പാണ്. നീ കാണുന്ന പോലെ മറ്റേ ഈ ഇലക്ഷന് ഞങ്ങളിപ്പോ നിന്റെ അടുത്ത് വന്ന് മോഹം കാണിച്ച് ചിരിച്ചു നിൽക്കുന്ന പോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നിൽക്കുന്ന നീ വിചാരിക്കണ്ട. ഗോകുൽ വി.എസിന്റെ വിവരങ്ങൾ നൽകാനായിട്ട്. ഗോകുൽ, ഭീഷണിപ്പെടുത്തി അതിനപ്പുറത്തേക്ക് അതിന്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ഇലക്ഷന് നിൽക്കുന്നത് പോലെ ഇലക്ഷൻ കഴിഞ്ഞാൽ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതിലൂടെ ഒരു നയം കൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് ഭീഷണി? ഈ സംഭവത്തെ കുറിച്ച് പൂർണ്ണമായും അറിയണമെങ്കിൽ അതിന് 2 ദിവസം മുൻപ് എസ്.എൻ. കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിന്റെ കാര്യം കൂടി അറിയണം. എസ്.എൻ. കോളേജിൽ ഒരു സംഘർഷം 2 ദിവസം മുൻപ് ഉണ്ടായ ആലത്തൂർ എസ്.എൻ. കോളേജിലായിരുന്നു. ആ സംഘർഷത്തിന് ശേഷം കോളേജ് ഒരു നിയമം ഇറക്കി, പുറത്തു നിന്നുള്ള എസ്.എഫ്.ഐ കെ.എസ്.യു വിദ്യാർത്ഥികൾ ആരും തന്നെ കോളേജിനകത്തേക്ക് പ്രവേശിക്കരുത്, കാരണം ഈ ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ അത് ഒഴിവാക്കണം എന്നുള്ളൊരു നിയമം അവിടെ നടപ്പാക്കി. അങ്ങനെ ആർക്കും അവിടെ പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് ലംഘിച്ച് എസ്.എഫ്.ഐ നേതാക്കൾ ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ് കെ.എസ്.യു ആരോപിക്കുന്നത്. അത് സംബന്ധിച്ചൊരു ഫോട്ടോ ഇവിടെ കെ.എസ്.യു പ്രവർത്തകനായ അഫ്സൽ എടുത്തു. ഇത് എസ്.എഫ്.ഐ നേതാക്കൾ കാണുകയും അതിനുശേഷം വെള്ളിയാഴ്ച രാത്രി ഏകദേശം ഒരു 7 മണിക്ക് അഫ്സലിനെ വിളിച്ച് ഫോണിൽ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. അഫ്സൽ പറയുന്നത് തേജസ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ് തേജസ് എന്ന് പറയുന്ന ആളാണ് തന്നെ വിളിച്ചത്. തന്നെ വിളിച്ച് ഇത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി മുട്ടുകാലടക്കം തല്ലി ഒടിക്കും, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റൊരു മുഖമുണ്ട്, ആ മുഖം പുറത്തെടുക്കുമെന്നൊക്കെയാണ് ഈ ഭീഷണിയിൽ പറയുന്നത്. ഏതായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇലക്ഷൻ വരെ തങ്ങൾക്കൊരു മുഖമുണ്ട്, തങ്ങൾ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കും, അതിനുശേഷം തനി സ്വരൂപം പുറത്തെടുക്കും എന്നുള്ളതാണ് എസ്.എഫ്.ഐ നേതാവിന്റെ ഭീഷണി. ഏതായാലും ഗുരുതരമായ ഇല്ല, ഇലക്ഷൻ ഈ വരുന്ന 10-ാം തീയതിയാണ് ഇലക്ഷൻ. അതിനുശേഷം ആണ് ഈ എസ്.എഫ്.ഐ നേതാവിന്റെ പുതിയ മുഖം എന്താണെന്നുള്ളത് അറിയാൻ കഴിയൂ. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കാണുന്ന രീതിയിൽ ചിരിച്ചുള്ള രീതിയിലൊന്നും ഉണ്ടാകില്ല, മുട്ടുകാലടക്കം തല്ലിയൊടിക്കും എന്നുള്ളതാണ്. ഭീഷണി പുറത്തു വന്നുകൊണ്ട് ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ആ മുഖം കാണാൻ പറ്റില്ലായിരിക്കും. എന്തായാലും എസ്.എഫ്.ഐ നേതാവിന്റെ ഭീഷണിയുടെ സ്വരമാണ് നമ്മൾ കേട്ടത്. ഗോകുൽ വി.എസ് വിവരങ്ങൾ നൽകിയത്.